നടൻ മോഹൻലാലിന് കരസേനയുടെ ആദരം. ദില്ലിയിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുമായി കൂടിക്കാഴ്ച നടത്തി. 16 വർഷമായി താൻ സൈന്യത്തിന്റെ ഭാഗമാണെന്നും സൈന്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമകൾ ഇനിയും ചെയ്യുമെന്നും മോഹൻലാൽ ഡൽഹിയിൽ പറഞ്ഞു. It's a great recognition. So I'm so much honored to receive a commendation from the Army Chief. Dada Saheb Phalke Award is also one of the reasons. So we had a good meeting and we had a small lunch. It's a great gesture from the fraternity. I'm also part of this fraternity for the last 16 years. So from my limit, we are also doing so many things for the army, for the betterment of civilians. It's all included, and we had some conversation how to bring out more efficiency in the TA battalions and what we can do for the country. So that was a small discussion, but we'll have more big plans to come. Thank you. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം വലിയ സന്തോഷം നമ്മുടെ ലാലേട്ടന്. കരസേന മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. വലിയ ആദരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. കരസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി അഭിമാനകരമായ ദിവസമാണ് ഈ കടന്നുപോയത്. കാരണം ദാദാ ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കൂടിയാണ്. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് കൂടിയാണ്. അപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ അവർ ആഘോഷിച്ചിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. മോഹൻലാലിന് കരസേനയുടെ ആദരം കിട്ടിയിരിക്കുന്നു. ദില്ലിയിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് 16 വർഷമായി താൻ സൈന്യത്തിന്റെ ഭാഗമാണ്, സൈന്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമകൾ ഇനിയും ചെയ്യും എന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിലാണ് അദ്ദേഹത്തിന്റെ സേവനം ഉള്ളത്. സൈന്യത്തിലേക്ക് ആളുകളെ കൂടുതലായി ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ രാഷ്ട്ര സ്നേഹം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിൽ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ ഈ ആദരവ് സൈന്യം സംഘടിപ്പിച്ചത്. ശരി ശ്രീകാന്ത്.